സഹകരണവേട്ട സജീവമാക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തുകയാണ്. കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ വീണ്ടും നടന്ന പരിശോധനയും ഇതിന്റെ തുടക്കമാണ്. ബുധനാഴ്ചയാണ് ഇ.ഡി. അധികൃതർ കണ്ടല ബാങ്കിലെത്തി വീണ്ടും പരിശോധന നടത്തിയത്. കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് ഇ.ഡി. അധികൃതർ കണ്ടല ബാങ്കിലും മുൻ പ്രസിഡന്റ് എൻ ഭാസുരാങ്ങന്റെ വീട്ടിലും പരിശോധന നടത്തിയത്. തുടർന്ന് ഇ.ഡി. അറസ്റ്റ് ചെയ്ത ഭാസുരാങ്ങനും മകനും ഇപ്പോഴും ജയിലിലാണ്. സമാന പരിശോധനകൾ കേരളത്തിലെ മറ്റ് ആരോപണ വിധേയമായ സഹകരണ സംഘങ്ങളിലും നടത്തുന്നതാണ്. സംസ്ഥാനത്തെ എല്ലാ സഹകരണ ബാങ്കുകളെയും നിരീക്ഷണത്തിലാക്കി ക്രമക്കേടുകൾ കണ്ടെത്താനുള്ള സംവിധാനം ഇ.ഡി. ഉണ്ടാകുമെന്നാണ് സൂചനകൾ. നിരവധി സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കാനാണ് നീക്കം. ബുധനാഴ്ച രാവിലെ കൊച്ചിയിൽ നിന്നെത്തിയ ഇ.ഡി. അധികൃതർ കണ്ടല ബാങ്കിന്റെ മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ടു. നിക്ഷേപകരുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം അടുത്ത ദിവസം പരിശോധനയ്ക്ക് ലഭ്യമാക്കണമെന്നും ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ ലഭിക്കാത്തവരോട് ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയ 64 നിക്ഷേപകരെയാണ് ആദ്യഘട്ടത്തിൽ ഇ.ഡി. പരിശോധനയ്ക്കായി വിളിപ്പിച്ചിരിക്കുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവരുടെ നിക്ഷേപ കണക്കുകൾ ഉൾപ്പെടെ ഇ.ഡി. പരിശോധിക്കും. നിക്ഷേപവുമായി ബന്ധമുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് ഇ.ഡി. നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് പല നിക്ഷേപകർക്കും കുരുക്കായും മാറുന്നതാണ്. ആദ്യഘട്ടത്തിൽ പരിശോധന നടന്ന് 1 വർഷത്തിനു ശേഷമാണ് കണ്ടലയിലേക്ക് വീണ്ടും ഇ.ഡി. എത്തുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ബാങ്കിന്റെ പ്രവർത്തനം. ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപകർക്ക് ഇതുവരെ തുക മടക്കി കൊടുത്തിട്ടില്ല. കരുവന്നൂരിലും കണ്ടലയിലും ഇടതു ബാങ്കുകൾ പ്രതിരോധത്തിലായതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിയത്. എന്നാൽ ഇ.ഡി. നീക്കങ്ങളിൽ കോൺഗ്രസും സംശയം ആരോപിച്ചു. ഇതോടെ സർക്കാരും പ്രതിപക്ഷവും ഒന്നായി. കോഴിക്കോട് കേന്ദ്രീകരിച്ച് സംയുക്ത സംവിധാനവും വന്നു. എന്നാൽ ചേവായൂരിലെ സഹകരണ ബാങ്ക് ഇലക്ഷൻ കോൺഗ്രസിനെയും CPM-നെയും തെറ്റിച്ചു. ഇനി സഹകരണത്തിൽ സഹകരണമില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഈ സാഹചര്യം കേന്ദ്ര സർക്കാർ മുതലെടുക്കുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് കരുവന്നൂർ ബാങ്ക് ആണെന്ന ചിന്ത BJP-ക്കുണ്ട്. ഈ സാധ്യത മനസ്സിലാക്കി കേരളത്തിൽ BJP-യുടെ കരുത്തുകൂട്ടാൻ കേന്ദ്ര സർക്കാർ ഇടപെടലുണ്ടാകുന്നതാണ്. ഇതിന്റെ തുടക്കമാണ് കണ്ടല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട. ഈ മണ്ഡലത്തിലാണ് കണ്ടല ബാങ്ക് വരുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കാട്ടാക്കടയിൽ വൻ മുന്നേറ്റം BJP-ക്കുണ്ടായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാനാണ് BJP-യുടെ നീക്കം. ഇതിനു വേണ്ടി കൂടിയാണ് കണ്ടലയിലേക്കുള്ള ഇ.ഡിയുടെ വരവ്. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണച്ച കോൺഗ്രസ് വിമതർ ജയിച്ചതോടെ UDF-ഉം CPM-ഉം തമ്മിലെ സഹകരണ ബന്ധം അവസാനിച്ചു. ചേവായൂരിൽ CPM അനുകൂല കോൺഗ്രസ് വിമത 11-അംഗ പാനൽ എല്ലാ സീറ്റിലും ജയിച്ചു. പാനലിൽ 4 പേർ CPM-കാരും 7 പേർ കോൺഗ്രസ് വിമതരുമാണ്. ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിലായിരുന്നു ഇവർ മത്സരിച്ചത്. സഹകരണ ബാങ്കിന്റെ നിലവിലെ ചെയർമാനായ GC പ്രശാന്ത് കുമാറിനെ വീണ്ടും ചെയർമാനായി തിരഞ്ഞെടുത്തു. ഇദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ CPM അടുപ്പിച്ചത് ബാങ്ക് ഭരണം അട്ടിമറിക്കുകയായിരുന്നു. ജനാധിപത്യ വിരുദ്ധതയാണ് ചേവായൂരിൽ ഉണ്ടായതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ അടക്കം കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിവാദ സഹകരണ സ്ഥാപനങ്ങളിൽ എല്ലാം ഇടപെടാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം.